രണ്ടാളോടും ഞാൻ പറഞ്ഞേക്കാം, മേലാക്ക കടയിലേക്ക് എന്നെ വിളിച്ചോണ്ട് വരുന്നു. എനിക്കവിടെ ഒട്ടും ഇഷ്ടമായില്ല. എന്താ കുഴപ്പം? നല്ല ഫുഡായിരുന്നു. ഇത്ര നല്ലൊരു ബിരിയാണി ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കവിടെ ഒട്ടും ഇഷ്ടമായില്ല. അവിടുത്തെ ആംബിയൻസ് കൊള്ളില്ല. രേഷ്മേ, അതെപ്പോ വാങ്ങിച്ച്? ഞാൻ കണ്ടില്ലല്ലോ. എന്ത്? അവൻ പറഞ്ഞ ആംബിയൻസ്. അമ്മച്ചി, അത് തിന്നണ സാധനമല്ല, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെ കാര്യം പറഞ്ഞതാ. എന്താ കുഴപ്പം? അവിടെ നല്ല അന്തരീക്ഷമായിരുന്നു. നിങ്ങളെ രണ്ടാളെ സംബന്ധിച്ച് നല്ല അന്തരീക്ഷമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചേ വളരെ മോശം അന്തരീക്ഷമായിരുന്നു. വിമലേട്ടാ, കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഭക്ഷണം കഴിച്ച് കൗണ്ടറിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നവൻ എന്നോടൊരു ചോദ്യം. ക്യാഷ് ആയിട്ടാണോ ഗൂഗിൾ പേ ആയിട്ടാണോന്നല്ലേ? ക്ലൈമാക്സിൽ കൊണ്ടുപോയി കൗണ്ടർ അടിക്കല്ലേ. അവൻ എന്നോട് ചോദിക്കുക, അമ്മയും ഭാര്യയും റീൽസിൽ അഭിനയിക്കുന്നുണ്ടോന്ന്. അതുള്ള കാര്യമല്ലേ, അതിനാണോ നീ ഇപ്പൊ ഇത്ര ചൂടാവണേ? ഞാൻ ചൂടാവും. നമ്മുടെ ചാനലിൽ എല്ലാ റീൽസിലും മുടങ്ങാതെ അഭിനയിക്കുന്ന ഞാൻ, അവൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഞാൻ. എന്നെ അവൻ തിരിച്ചറിഞ്ഞില്ല. ഒരു 10 മീറ്റർ അപ്പുറത്ത് നിൽക്കണം നിങ്ങളെ രണ്ടാളും തിരിച്ചറിഞ്ഞു. തിരിച്ചറിയപ്പെടാത്തവൻ്റെ വേദന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതേ, ഈ തലയും മീശയും ചിരണ്ടി വെച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു. പോരാത്തതിന് ഈ കണ്ണടയും കൂടി വെച്ച് തിരിച്ചറിയും. അമ്മച്ചി, രേഷ്മ വന്നാ? അമ്മച്ചി ഇത് മേടിച്ചാ? ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഒരാൾ കൊണ്ടുവന്നാണ്. ഞാനിത് പള്ളിപ്പുറം പള്ളിയിൽ നിന്ന് മേടിക്കാനിരിക്കണായിരുന്നു. 400 രൂപ പറഞ്ഞു. ഞാൻ 300 രൂപ വെച്ചിട്ട് അയാൾ തന്നില്ല. അപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചു. ഏതായാലും നന്നായി മേടിച്ചത്. 400? ഗുഡ് മോർണിംഗ് മാഡം. ഞാനൊരു MBA സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഡക്ട്സ് മാഡത്തിന് പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാണ്. ഒന്നും വേണ്ട മോനെ. മാഡം ഇന്ന് സാമ്പാറാണോ? അന്നൊരു സാമ്പാർ പൗഡർ എടുക്കട്ടെ? സാമ്പാറൊന്നല്ല, എന്നാ വിയലാണ് ഇവിടെ. മാഡം, എന്നാൽ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഫ്രൈ പാൻ ഉണ്ട്. ഇതൊന്നും പറഞ്ഞ് എടുക്കുമോ? വേണ്ട പ്ലീസ് മാഡം, ഇത് പറഞ്ഞ് എടുക്ക്. ഇതെടുത്താൽ എനിക്കൊരു 5 പോയിന്റ് കിട്ടും. എത്ര രൂപയാണ് മോനെ? മാഡം, കമ്പനി 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാഡത്തിനായതുകൊണ്ട് ഞാനൊരു 1100 രൂപയ്ക്ക് തരാം. 1200 രൂപയ്ക്കൊന്നും വേണ്ട. ഇല്ല മാഡം, ഇതിലും കുറച്ച് എവിടെയും കിട്ടില്ല. എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ മാഡം എന്നെ വിളിച്ച് പറയും. ഞാൻ ഫോൺ നമ്പർ തന്നേക്കാം. ലോട്ടറി അടിച്ചു, ഇൻസ്റ്റന്റ് ലോൺ, വീട്ടിൽ നിന്നും പണം സമ്പാദിക്കാം. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്ന വേഗത്തിലുള്ള പണമിടപാട് പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരുക്കിയ കെണികളായിരിക്കാം. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. The number you are calling is currently switched off.